ചെറിയപ്പോൾ ഗൾഫിലായ ടൈമില് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പാവക്കുട്ടീനെ വേണം എന്തൊരു വർത്താനത്തിൻ്റെ ഇടയിൽ പറഞ്ഞ് ഞാനറിയാതെ അന്ന് തന്നെ ഓർഡർ ചെയ്ത് 2-3 ദിവസമായപ്പോൾ ക്ലാസ് വെച്ച് വിളിച്ചിട്ടുണ്ട്. ഡെലിവറി ചെയ്യാൻ വന്ന ആളിങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഒരു സാധനമുണ്ട്, കൊറിയറുണ്ട്, നിങ്ങളവിടെ ഇല്ല ചോദിച്ചു. ഞാൻ ക്ലാസ്സിലാണ്. അപ്പം ലാബ് പഠിച്ച നമ്മുടെ ടൈമിലേനാണ് വിലയാൻ പറഞ്ഞ ക്ലാസ്സിലാണ്, നിങ്ങൾ പെരിയിൽ ഏൽപ്പിച്ചാൽ മതി, ഇവിടെ ഇങ്ങനെ ഏൽപ്പിച്ചേ. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വന്നിട്ട് പൊട്ടിച്ചോളാം എന്നാലേ കാരണം ചെറിയപ്പനോട് ഭയങ്കര ഊറ്റത്തിലൊക്കെ നിൽക്കണം, എന്തോ സാധനമാണ് ചെയ്ത് എന്നിട്ട് നോക്ക് പറഞ്ഞത്. ഇപ്പോൾ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പാട്ട് ഒഴിഞ്ഞ് വന്നാണ് റോഡിൻ്റെ സൈഡ് ഇട്ടോ, നേരം വെളുക്കണുള്ളൂ. ഇവർ ഏകദേശം 7:45 ടൈം ആവണുള്ളൂ. എങ്ങോട്ടാ പോകുന്നതെന്ന് വിചാരിച്ചാൽ പെരിന്ന് എനിക്ക് കൊടുക്കാൻ കഴിയൂല, അവിടെ ഉമ്മയും നാത്തൂനൊക്കെ ഉണ്ട്. നാത്തൂ വിരുന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇന്ന് പുട്ടുണ്ടാക്കിയേക്കണ്. അപ്പം പഴം വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ പഴം വാങ്ങാൻ പോവാണ്. അത് നീച്ചില്ല. അപ്പോൾ ചായയും കടി കഴിക്കണ്, ബാക്കിയുള്ള പരിപാടിയൊന്നും ആയിട്ടില്ല. ഇനി ഒറ്റക്കാകുമ്പോൾ ഒരു ചടപ്പാട്ടെ വീഡിയോ കാര്യമൊക്കെ എടുക്കാൻ. കാരണം നമ്മൾ മാത്രം വർത്താനം പറഞ്ഞ് ഇങ്ങനെ വലിപ്പിച്ച് വീട്ടുണ്ടോന്നത് നിങ്ങൾക്കായാലും കാരണങ്ങൾക്കായാലും പറയുന്നത് നമുക്കായാലും എന്താ പറയുക എങ്ങനെ പറയുന്ന ഐഡിയ ഉണ്ടാവില്ല. ഇത് വേറെ സിഡ്നി പെരിയിലോ അല്ലെങ്കിൽ ചെറിയാപ്പയിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് മിനിറ്റേലും എടുക്കാം. അപ്പോൾ ഇന്നലെ 27 മിനിറ്റ് ഒക്കെ പറഞ്ഞു, ഡ്യൂറേഷൻ വളരെ കുറവാണ് ഉദ്ദേശിച്ച്. ഒറ്റയ്ക്കുള്ള വീഡിയോസ് ആകുമ്പോൾ സിഫ്നാക്കും ഇടങ്ങാറാണ്, ഇച്ചും ഇടങ്ങാറാണ്. അപ്പോൾ ഞാൻ ചെറിയാപ്പനോട് ഷെഫീഖിനോടൊക്കെ വീഡിയോ എടുക്കാൻ പറയുന്നുണ്ട്. കുറേ ആയി പറയുന്നു, പോലും എടുക്കണില്ല. ഇപ്പോൾ രാവിലെ തന്നെ നല്ല കിളിയാളെ ഒച്ച ചുറ്റിട്ടോ. ചെറിയാപ്പൻ്റെ എൻ്റെ അവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഫുള്ള് പച്ചപ്പക്കാർ കൊക്കൊക്കെ വെക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ കൊക്കുണ്ടാവും, മൈനുണ്ടാവും, അങ്ങനെ ഓരോരോ. ഒന്നാമത് പാടായതുകൊണ്ടേ ഇങ്ങനത്തെ വൈബക്കാരൊക്കെ ഇതാ പോണ്. വീഡിയോക്ക് വേണ്ടിയിട്ട് പാറി തന്നതാണ് അവഞ്ഞ്, മറ്റേത് ഇപ്പോൾ പാറക്കാർ. അതിൻ്റെ പെണ്ണുങ്ങൾ പോയതല്ലേ, മിക്കവാറും അതും പോവും. അതിനോട് പറയാതെ പോയതാ തോന്നുന്നുണ്ട്, അന്തം മുട്ടക്കുണ്ട്. അപ്പം ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇവിടെ പാടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പോയിട്ടോ, ഞാൻ ക്യാമറ ഓഫാക്കിയപ്പോൾ പോയി. ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് പഴമായം കൊണ്ടെണ്ണം അതുകൊണ്ട് നീപ്പിച്ചണം. തിരുമ്പാല്ലേ ബെഡ്ഷീറ്റുമാരൊക്കെ വലിച്ചിട്ടിരിക്കണം. അന്ന് പോയതല്ലേ ഇനി പെരിയിലും ആരുമില്ലേ ഇനി കേട്ടോ, അങ്ങനെ പോയതേനി. അപ്പം ഇനി പോയി നേരെ പഴമായം കൊണ്ടിട്ട് ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി ഒന്ന് പഴയപ്പോൾ വാങ്ങിയില്ല പരിപാടി അറിയുന്ന തിരുമ്പാണ്. അപ്പം ഞാൻ തിരുമ്പാനുള്ളത് വെള്ളപ്പകെട്ടാം. ഇന്നത്തെ ലഗേജ് അറിയുന്നതാട്ടോ. അപ്പം അതൊന്ന് പതഞ്ഞിട്ട് ഡ്രസ്സും വരട്ടെ. ഇവിടെ ആള് നീച്ചിട്ടില്ല, നല്ല ഉറക്കാണ്. പിന്നെ ചായയും കടിയൊക്കെ എടുത്തക്കട്ടെ, പോയി ചായ കുടിച്ചട്ടെ. അങ്ങനെ നമ്മൾ ചായയുടെയും പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. കേക്കിലും കാര്യമൊക്കെ കഴിഞ്ഞ് ഇനി അറിയുന്നത് അടിച്ചു വരിക, തുടക്കൽ ഞാൻ ചിലപ്പോൾ ആദൂനാക്കിയിട്ട കാലം. ഇങ്ങനെ രാവിലെ നീച്ചേക്കിന് മുറ്റടിച്ചൊരു ആരും ഇല്ലാത്തതുകൊണ്ട് ആകെ ചെമ്മീക്ക് അതൊക്കെ ഇട്ട് നടന്നീനി. അതൊക്കെ പിന്നെ രാവിലെ നീച്ച് കുറച്ച് നേരം ഇതിൻ്റെ പിന്നാലെ നടന്നു. ഞാൻ അടിച്ചു വരാണ്ട് ഒരു 10 മണിക്ക് ശേഷം തുടക്കാണ്ട്, ആദൂനെ ഉണ്ടാക്കിയിട്ട് തുടക്കയില്ലേ. ഇപ്പം തന്നെ നേരം 9 മണിയായി, ഒന്നും നീച്ചിയില്ല. അപ്പോൾ അടിച്ചോര് ഓന് തിന്നാൻ കൊടുക്കുമ്പോഴത്തേ നേരാവും. അവന് വേഗം അടിച്ചു വാട്ടെ. അങ്ങനെ ഇപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടില്ല, കാരണം തട്ടിക്കൊട്ടാൻ നല്ലതുണ്ട്. 2 ദിവസം കുറച്ച് ഒരാഴ്ചയായിട്ട് ഇവിടെ ആരും ഇല്ലേനല്ലോ. അപ്പം അങ്ങനെ അടിച്ചൊരു പാതക്കെട്ട് പോകുന്നിക്കണം. ഇനി പോയിട്ട് വേണം കംപ്ലീറ്റ് ആക്കാൻ. ഇനി തുടക്കാണ്ട് തിരുമ്പി കഴിഞ്ഞിങ്ങനെ തോരിടാനുള്ളൂ. അപ്പം ഇനി ആൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു മുട്ടായൊക്കെ വാങ്ങി കൊടുക്കും. ഇനി ഏതായാലും പോയോക്കട്ടെ. 2 ദിവസം 3 ദിവസം ശനി ഞായർ തിങ്കൾ ലീവല്ലേനു, അതിൻ്റെ ഒരു അടയാളമാണ്. അങ്ങനെ നമ്മളിപ്പോൾ കൊണ്ടാക്കി വന്ന് ഭയങ്കര നൂലുപൊളിപ്പറച്ചിലും സങ്കടം കാര്യമൊക്കെ കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ നിന്ന് ജനൽ കൂടെ കയ്യിലും ഗ്രില്ലിൽ കൂടെ. അങ്ങനെ ഇപ്പോൾ കരച്ചിലും മിരിച്ചിലൊക്കെ കഴിഞ്ഞിപ്പോൾ വരികയാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കാണ്ട്, അതിന് വലിച്ചിട്ടോ കസാരയും കാര്യമൊക്കെ തുടക്കട്ടെ. നമ്മൾ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ തീ ഓഫാക്കി കേട്ടോ. അത് നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ കുറേ ആൾക്കാർക്ക് താളിപ്പം എന്താണെന്നറിയില്ല.
ആരൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് താളിപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ തീ ഓഫാക്കിയാണ്. അപ്പോൾ അപ്പോഴാണ് ചോറിന് നിന്ന് കാര്യത്തരാണ് വെളിച്ചെണ്ണ വാരുക, വെളുത്തുള്ളി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ട്, മുളക് ഇട്ടു, വാതോളം നടക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് വാടി ഇവിടെ നമ്മൾ മുരിങ്ങൻ്റെ ഇല ഉണ്ട്. അറിയാത്തവർക്ക് മാത്രമേ നമ്മളെ നാട്ടിലത്തെ ആൾക്കാർക്കൊക്കെ ഒരു പച്ച വെള്ളക്കാർ കേട്ടോ. കുറേ ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇതിൻ്റെ ഒന്ന് പറഞ്ഞു തരും, ഓൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഓൾക്ക് വേണ്ടിയിട്ടാണ്. അറിയണോല് ഒന്ന് സ്കിപ്പ് അടിച്ചോളൂ കേട്ടോ, കാരണം നമുക്കൊക്കെ ഒരു പച്ച വെള്ളക്കാരം. അങ്ങനെ ഇതൊന്ന് വാടിയിട്ട് ഇത് മറ്റേ ബീഫ് ഉണ്ടായി വാട്ടാൻ്റെ ചെറുള്ളിന്ന് തോന്നിച്ചാൽ വാടിങ്ങനെ വിടുമ്പോൾ മുരിങ്ങൻ്റെ ഇലയിട്ട് ഇടുക. ഏതോ ആൾക്കാർ വെള്ളം പറഞ്ഞിട്ടാകാരം വെള്ളം ആക്കുന്നത്. അപ്പൊ വെളിച്ചെണ്ണയിൽ കാട്ടുന്നത് അതിൻ്റെ ഒരു രസം കിട്ടും. അതിനങ്ങനെ കാട്ടണം. ഇതിലേക്ക് നമ്മൾ സാധാ ചോറ് ഊറ്റിയിട്ട് കഞ്ഞിവെള്ളം പാരുക. ഇത് കുറച്ച് കട്ടിയുള്ള വെള്ളമാണ്. നമുക്ക് എത്ര പെരിയിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് വെള്ളം നിർത്താം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടും. മോരുണ്ടാക്കണം വിചാരിച്ചിരുന്നു, പക്ഷെ തൈരില്ല. മോരും ബീഫുമാണ് രസം. ചെറിയപ്പുണ്ടെങ്കിൽ താളിപ്പ് ഉണ്ടാക്കാനായിട്ടില്ല. ചെറിയപ്പന് ഇഷ്ടമില്ലാത്ത, പൊതുവേ ആണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കറിയാണ് താളിപ്പ്. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ല കറിയൊക്കെ താളിപ്പ് ഉണ്ടാക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും ബീഫൊക്കെ ഇവിടെ വയ്ക്കണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടുള്ള താളിപ്പ് ഇവിടെ തിളച്ചൂന്ന് വെക്കണം. കുറച്ച് നേരം തളിച്ചാൽ മതി കേട്ടോ. നല്ലോണം തളിച്ചാൽ ഇല കഴിച്ചു. ഇതാണ് നമ്മളെ മുരിങ്ങ താളിപ്പ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളെ നാട്ടുകാരോട് നമ്മൾ കാണണം എന്ന് സ്കിപ്പ് അടിച്ചോളൂ കേട്ടോ. നമ്മളെ നാട്ടുകാരൊക്കെ ഈ മുരിങ്ങ ഉണ്ടാക്കണ കാട്ടി കൊടുത്ത ചീത്തറി. നമ്മളെ നോമ്പിൻ്റെ ടൈമിലൊക്കെ സ്പെഷ്യലൊക്കെ ആരം. അങ്ങനത്തെ തിളക്കട്ടെ. എന്നിട്ട് കുറച്ചുകൊണ്ട് ഗ്യാസ് ഓഫാക്കാം. മറ്റേ സൗണ്ടും ഒച്ചയും പുളിയക്കാരം ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഭയങ്കര പുല്ലട്ടും കാര്യമൊക്കെയാണ്. പിന്നെ നമ്മൾ പെരൻ്റെ ബേക്കിൽ ഭയങ്കര കാടുവെട്ടും കാര്യമൊക്കെ. ഇത് ഇന്നലെ വെട്ടിയതാട്ടോ, ഇന്ന് വെട്ടിയതല്ല. അപ്പം അതിൻ്റെ ഒച്ചയും പുളിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്നത്തെ ചോറും കൂട്ടാനും പരിപാടികൾ ഇവിടെ അടിച്ചോരി വെള്ളം പാർന്ന് കേകലും മുറ്റടിച്ചോരിൽ തുടക്കൽ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരുമ്പാല്ലതൊക്കെ കഴിഞ്ഞ് ഇനി കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ കൊടുക്കാനായി ഞാൻ നിസ്കരിച്ച ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. താളിപ്പ് മൂടിയൊക്കെ. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, നേരെ ഏകദേശം 1 മണിയൊക്കെ ആവാനായിട്ടോ. നേരെ ഏകദേശം 1 മണിയൊക്കെ ആവാനായി. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എന്തോ പുറത്തിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സിറ്റ് ഔട്ട് വന്നു കേട്ടോ. ഇതിൻ്റെ പാവക്കുട്ടിൻ്റെ പിന്നൂട്ടുകൾ നിങ്ങൾക്ക് കാണില്ലേ. അപ്പോൾ അതിങ്ങനെ ബെഡ്മ വെക്കുമ്പോൾ ഒരു അടങ്ങേറ്. അതേമാതിരി ഇതിനൊരു ബോ ഉണ്ടായിന്, അത് പൂ നിൽക്കണം. ഒരു ബ്ലാക്കിൽ കുറച്ച് വലിയൊരു ബോ ഉണ്ടാക്കണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതേമാതിരി നല്ല ചിരിച്ചിരിക്കണ പാവക്കുട്ടീന് ആദ്യം എന്താട്ടി ഇതിൻ്റെതാണ്. ഞാനായിട്ട് കമൻ്റ് ഇടരുത്. ഇത് ഞാൻ ചെറിയപ്പോൾ ഗൾഫിലായ ടൈമിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പാവക്കുട്ടീനെ വേണം എന്തൊരു വർത്താനത്തിൻ്റെ ഇടയിൽ പറഞ്ഞ് ഞാനറിയാതെ അന്ന് തന്നെ ഓർഡർ ചെയ്ത് 2-3 ദിവസമായപ്പോൾ ക്ലാസ്സിൽ വെച്ച് വിളിച്ചിട്ടുണ്ട്. ഡെലിവറി ചെയ്യാൻ വന്ന ആളിങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഒരു സാധനമുണ്ട്, കൊറിയറുണ്ട്, നിങ്ങളവിടെ ഇല്ല ചോദിച്ചു. ഞാൻ ക്ലാസ്സിലാണ്. അപ്പം ലാബ് പഠിച്ച നമ്മുടെ ടൈമിലേനുണ്ട്. വില ഞാൻ പറഞ്ഞ ക്ലാസ്സിലാണ്. നിങ്ങൾ പെരിയിൽ ഏൽപ്പിച്ചാൽ മതി, ഇവിടെ ഇങ്ങനെ ഏൽപ്പിച്ചത്. അപ്പം ഞാൻ വന്നിട്ട് പൊട്ടിച്ചോളാം എന്നാലേ കാരണം ചെറിയപ്പനോട് ഭയങ്കര ഊറ്റത്തിൽ നിൽക്കണം. എന്തോ സാധനമാണ് ചെയ്ത് എന്നിട്ട് നോക്ക് പറഞ്ഞത്. ഇപ്പോൾ അതിൽ ഞാൻ പെരിയേക്കെത്തിയപ്പോഴത്തേനും ഇവിടുത്തെ ഉമ്മാൻ്റെ വിചാരം ആദൂന് കഴിച്ചാലുള്ള സാധനം വിചാരിച്ചിട്ട് പറഞ്ഞു. ഉമ്മ വിളിച്ച് ഇങ്ങനെ സാധനം വന്നിരിക്കുന്നത് എന്താണ് ആ വലിയ ചോദിച്ച്. അതിന് പറഞ്ഞത് ഒരു പാവക്കുട്ടിയാണ് കാരണം. അതിൽ ഉമ്മാൻ്റെ വിചാരം ഉമ്മ അപ്പം തന്നെ ആദൂനെ അവിടെ ആക്കില്ല കൊടുക്കും. ഉമ്മ അപ്പം തന്നെ പൊട്ടിച്ച് എന്നോട് പറഞ്ഞു വലിയൊരു പാവക്കുട്ടിയാണ് അത്, ഞാൻ ആദൂന് കഴിച്ചാൽ കൊടുത്തേക്കണ കാരണം. അതിൽ യാതൊന്നും ഉണ്ടില്ല. ഉമ്മാൻ്റെ വിചാരം കുട്ടിക്ക് ഓർഡർ ചെയ്താണ് എന്നാണ്.
അപ്പം ഏകദേശം 2 കൊല്ലാവാനായി. ഞാൻ അങ്ങനെ കൊടുക്കലൊന്നുമില്ല. പിന്നെ ആദൂനും അറിയും ഇതിൻ്റെതാണ് നൂനും അറിയാവുണ്ട്. നമുക്ക് വല്ലാതെ നോക്കൂല. പെൺകുട്ടി ആണെങ്കിലല്ലേ ഇതുമ്മക്കൊക്കെ വലിയതുള്ളൂ. അപ്പം ഇല്ലാത്ത ടൈമിൽ ഇത് എന്താക്കാറ് ഈ പാവക്കുട്ടി ബെഡുമുണ്ടാവും. ഇത് അടങ്ങിയിരിക്കുന്നില്ല, പോവാണ്. ഞങ്ങളപ്പം കിടക്കയിലുണ്ടാവും. ഇതിനും കിടക്കാനുള്ള സ്ഥലം കൊടുക്കും. അപ്പോൾ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പാവക്കുട്ടി ഇങ്ങനത്തെ സാധനത്തിന് കുറേ കാലം പൂജിച്ചിന്. അപ്പം ചെറിയപ്പോൾ സാധനം ചെറുതാണെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ ഒരു ഊറ്റല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇത് പറഞ്ഞത് ഇതിൻ്റെ കുറച്ചൊരു വലിയൊരു ബോ ഉണ്ടാക്കണം. തുന്നല്ല ഒരു തുന്നട്ടെ. പിന്നെ ഇതാണ് പരിപാടി. ഏതായാലും തുന്നി ഞാൻ ഇതിന് മറ്റേ വലിയ ബോ കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാട്ടിത്തരാം. നമ്മളെ കരടിൻ്റെ മറ്റേ ബോയും കാര്യമൊക്കെ റെഡിയാക്കി തുന്നലും കാര്യമൊക്കെ കഴിച്ച് അവിടെ ഇരുത്തിയേക്കണേ. ഈ പുതപ്പും അതൊരേ സെയിം കളറാട്ടോ. അപ്പം ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ ചോറും കറിയൊക്കെ കൊണ്ടുവച്ചിരിക്കണം. ഇപ്പോൾ ടൈം 2:10. ആദ്യം പോയിട്ട് മേലത്തെ തുണികളെടുക്കട്ടെ. നല്ല മയക്കാറുണ്ട്. നേരെ 2 മണിൻ്റെ ഇതൊന്നല്ല. ഇന്നലെ നല്ല മയക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ മഴ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും മഴ ചെയ്തിരിക്കണം. അമ്മ ഇന്ന് കുറച്ച് തേങ്ങ ഉണക്കാട്ടിക്കണം. കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാലിത് കുത്തിയെടുക്കലൊക്കെ ആവും ഇവിടുത്തെ പരിപാടികൾ. അപ്പം ഏതായാലും തുണികളും കാര്യമൊക്കെ എടുക്കട്ടെ. വെയിലില്ല. അല്ലെങ്കിൽ മേലക്ക് ഞാൻ വൈകുന്നേരം തുണികൾ എടുക്കാൻ കയറുള്ളൂ. നല്ല വെയിലൊക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കാട് വെട്ടൽ അവിടെയൊക്കെ ആകെ വെട്ടി വെച്ചേക്കണം. അങ്ങനെ നമ്മളവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആദൂന് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നാതോ ഇനി പെരിയൊക്കൊന്ന് പോകണം. എൻ്റെ ശരീരം റിതുവിന് സുഖമില്ലാന്ന് നമുക്ക് പറഞ്ഞേനെ. അപ്പോൾ ഓനെ ഇന്ന് മാമ്പോയിലേക്ക് ട്രിപ്പും കാര്യമൊക്കെ കയറ്റാൻ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് ഛർദിൻ്റെ ഗുളിക കയറ്റിയിട്ടും ഛർദി നിൽക്കുന്നില്ല. ഗവൺമെൻറ് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ വന്നിരിക്കണം നിലമ്പൂര്. ഞാൻ എന്താ കാട്ടണമെന്ന് അറിയില്ല. ഞാൻ പ്രൈവറ്റിലൊന്ന് കാട്ടിയാൽ ഛർദിക്കുള്ള മരുന്നും കാര്യം വെച്ചാൽ കുറയുകയാണെങ്കിലോ വിചാരിച്ചിട്ട് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് പോയോക്കട്ടെ. രാവിലെ എല്ലാവരും പാടെ താങ്ങി പിടിച്ച് കൊണ്ടുപോയിന്. ഞാൻ വിളിച്ചപ്പോൾ ഓലിപ്പോൾ ഇവിടെ എത്തിക്കണ്. ഞാൻ അവിടെ നിന്ന് പോയി നോക്കാം. അച്ഛമാൻ്റെ അടുത്ത് പോണേ. ഇക്കൂന് വാവുകയാണോലോ. ഇക്കൂന് വാവുകയാണ്. ഛർദിയാണോലോ. ഛർദിയാണോലോ ഇക്കൂന്. ബാ പോയോക്കാം. ബാ ഇല്ലേ ഉണ്ടോ? ഇവിടെ എത്തിയാളിയാക്കി എല്ലാരും വന്നീനി. അപ്പം ഗവൺമെന്റിക്ക് ഇപ്പൊ കുറവുണ്ട്. അപ്പൊ പോണില്ലാന്ന് വെച്ച് ഇങ്ങനെ നിക്കുകയാണ്. എന്താ ഇതോ പാട് വജ്ജ ഇപ്പൊ ഒന്ന് ഉഷാറായിക്കണം കേട്ടോ. കൊണ്ടാട്ടം കാര്യമൊക്കെ തുടങ്ങി. എങ്ങനെയുണ്ട് ഇപ്പൊ? വർത്താനൊക്കെ ഉഷാറായിക്കണം. ഛർദിച്ച് ഡോക്ടറിന് മുന്നിൽ നിന്നൊക്കെ ഭയങ്കര ഛർദി തന്നെയാണ്. അപ്പൊ കഞ്ഞി ഇപ്പൊ 2 കയ്യിൽ കൊടുക്കണം. നല്ല ചൂടുള്ള കഞ്ഞി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും പാടെ കൊടുക്കണം. കുറവൊന്നില്ലേ? കൊയക്കല്ലേ ഛർദിച്ചാതന്നെ കൊയന്നു. അപ്പൊ ഓലിപ്പൊ രാവിലെ പോയിട്ട് ഇപ്പൊ വരികയാണ്. അപ്പൊ ഞാൻ ഒന്നും പാടെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വന്നാണ്. കുട്ടിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇവിടെ നല്ല സുഖണ്ടല്ലേ. അവനോട് പേട്ടെടുത്ത് അങ്ങനെ ഇരിക്കുക. ഞാൻ ഇവിടുന്ന് പോകുകയാണ്. ഒരാളിപ്പോ ഉറങ്ങി കടന്ന് നീച്ച്. ഞാൻ പോയിട്ടടി ഇപ്പൊ വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ്. ഞാൻ ഏതായാലും പോട്ടെ. എന്ത് തിന്നോളി. വാ വാ വാ. പൊളിച്ചിട്ട് കാര്യല്ല. വാ നാളെ വരും. വാ എന്നാ വരും. ഇനി നമ്മള് വരുന്നില്ലല്ലേ. സൂപ്പർ മാർക്കറ്റ് പോവാ. മുട്ടായി തരാം. മുട്ടായി തരാം. ലൈസ വേണ്ടിയേ? ചോക്ലേറ്റാ നടക്കുന്ന സ്ട്രോബെറി ഇട്ട് തിന്നാ നടക്കും. പോയിട്ടോ. ഇനി നമ്മളിപ്പോ ഇപ്പോഴത്തെ പെരിയിലെത്തി. അങ്ങനെ പയം വാട്ടിയിരുന്നു. ചൂടാട്ടെ. ഇവിടെ ഓളിക്സ് ഉണ്ടാക്കി വെച്ചാണ്. ഇവിടെ ഒരാള് പാല് വെക്കാം കേട്ടോ. ബാ കുളിച്ചാ നടക്കുക. അവിടെ ഇരിക്ക. കുളിച്ചാ നടക്കുക. ബാ 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 കുളിച്ചിട്ട് പോകാം. ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താല് ആളൊറ്റക്ക് തിന്നോളൂ. എടുക്കണ്ട. അതെന്താ മഞ്ഞപ്പൊടി എന്തോ ആണ്. ബിന്ദു ചേച്ചി കൊണ്ടുവന്നാണ്. ബിന്ദു ചേച്ചി ചീത്തയും പറയും.
മുളക്. അതും അപ്പൊ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്തിനാ